വരുന്നുണ്ട്. ആ വരണം വരണം. നമസ്കാരം. നമസ്കാരം. പുറത്ത് തിയേറ്റർ കണ്ടപ്പോഴേ മനസ്സിലായി പുഷ്പ അകത്ത് കാണുന്നില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സൗഖ്യമാണെന്ന് അറിയുന്നുണ്ട്. എല്ലാവരുടെ അനുഗ്രഹം. എന്താ ഇവിടെ? ഞങ്ങളെല്ലാം ഒന്നല്ലേ? ആ ഗുഡ്. നമ്മളൊക്കെ ഒന്നാന്ന് പറയും. ആ പിന്നെ നമ്മുടെ ലേഖ ഇനി പിടിച്ചാ പിടികിട്ടില്ല കേട്ടോ. ശിവകുമാർ സാറിന്റെ അടുത്ത പടത്തിൽ സെക്കൻഡ് ഹീറോയിനാ. ഞാൻ ബുക്ക് ചെയ്യാൻ വന്നതാ. അമ്മയുടെ കോവിലിപ്പാൻ ഒരുങ്ങിയതേ ഉള്ളൂ. അഡ്വാൻസ് ആയിട്ട് ആള് വന്നത് കണ്ടോ? ആ ലേഖ റെക്കമെൻഡ് ചെയ്ത ആരാന്നറിയോ? നമ്മുടെ പ്രേംസാഗർ സാറാ. കരുമാരിന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പോഴണ്ണ ഞങ്ങൾക്ക് കോവിൽ പോണം. ആ പൊയ്ക്കോ. അഡ്വാൻസ് വാങ്ങിച്ച് ഇതിലൊരു ഒപ്പ് വിട്ട് തന്ന് സന്തോഷമായിട്ട് പൊയ്ക്കോ. വലിയ തുകയാ. ആകെ 7500 രൂപ. 2500 രൂപ അഡ്വാൻസ്. വരുവേ. ₹10,000 പ്രതിഫലം കിട്ടിയിരുന്നു. പ്രേംസാഗർ തന്നെയായിരുന്നു ഈ ഘട്ടത്തിലും അവരുടെ ഉപദേഷ്ടാവും രക്ഷാധികാരിയും. ரெடிமா? எங்கேயாவது கூப்பிட்டு பாருங்க. മോളെ ആർക്കാ? ഹലോ, പുഷ്പ ഹിയർ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഞാൻ ലേഖ. എനിക്ക് ഫോൺ കിട്ടി. പുഷ്പയാണല്ലേ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എടി മോളെ, പുഷ്പ മോളെ, എന്ത് കഴിച്ചു? എന്ത് കഴിച്ചൂന്ന്? ഒന്നും കഴിച്ചില്ലേ? മോക്കിന്ന് ഷൂട്ടിംഗ് ഇല്ലേ? രാത്രിയിലാണോ? ഓ, ഞങ്ങൾക്ക് കാലത്തെ തുടങ്ങും. ഇന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. ഇനി സെറ്റിലെത്തിയിട്ടുള്ള അലച്ചിലിന്റെ കാര്യം ഓർക്കുമ്പോഴാ എന്ത് ചൂടാ മോളെ. പൊടിയാണെങ്കിൽ അതിനപ്പുറം. ആഹാ, കൊടുക്കാം. ഹലോ, ഫോൺ കിട്ടിയപ്പോ അമ്മയ്ക്ക് വലിയ സന്തോഷമായി അല്ലേ? നീ ഷൂട്ടിങ്ങിനാണ് ഒരുങ്ങി നിൽക്കുകയായിരിക്കും. ഞാൻ വന്നിട്ട് വിളിക്കും ചേച്ചി. അയ്യോ, 1 മണിക്കൂർ ലേറ്റാ. വരൂ വരൂ. സാരല്ലടി മോളെ, നമ്മളൊത്തിരി കാത്തിരുന്നിട്ടുള്ളതല്ലേ. നീ അവരും ഒത്തിരി ഇരിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ പറയുന്ന സമയത്തോട്ട് ഓടി ചെന്നാലേ വില കുറഞ്ഞു പോകും. അതെ, ഗോമതിയോട് പഠിക്ക്. ഒത്തിരി താരങ്ങളുടെ വീട്ടിൽ നിന്നിട്ടുള്ളതാ ഗോമതി. ഞാൻ സിനിമക്കാരുടെ വീട്ടിലേ നിൽക്കത്തുള്ളൂ. വരണം വരണം. ഞങ്ങളിതൊക്കെ വെച്ചുകിട്ടിരിക്കാന്നോട്ട് കുറെ നേരമായി. ക്ഷമിക്കണം സർ. ഒന്നും പറയണ്ട എന്റെ സാറേ. ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങുമ്പോ ഫോൺ പിടിപ്പിക്കാൻ ആള് വന്നു. പിന്നെ അത് പിടിപ്പിക്കാണ്ട് പോരാ നോക്കൂ. എത്രയാ ഫോൺ നമ്പർ? 423204. 423204. 4 + 2 6, 6 + 3 9, 9 + 2 11, 11 + 4 15. 1 5 6. നിന്റെ ജനനത്തീയതി എത്രയാ? 1962 ഫെബ്രുവരി 4-ാം തീയതി. 4/2/1962. 4 + 2 6, 6 + 1 7, 7 + 6 13 + 2 15. 1 5 6. അപ്പൊ 2 6. ലക്കി നമ്പരാ. നീ രക്ഷപ്പെടും. എടിമോളെ, നിന്നെ കല്യാണം കഴിക്കാണ്ടിരിക്കുന്ന സിംഗപ്പൂർ വന്ന നമ്പർ ഏതാണ്ട് ഇത് തന്നെയല്ലേ? ആ, അത് എന്റെ നമ്പർ പോലെ തന്നെയാ. ടോട്ടലി 5. മോളെ അത്? അമ്മേ, നമ്മുടെ അച്ഛനാ. അച്ഛാ, നമ്മുടെ അച്ഛനോ? നമ്മുടെ അച്ഛൻ മരിച്ചിട്ട് കൊല്ലം കുറയായി. മടങ്ങിയവനെ മടലൊടിച്ച് തലല്ലേ വിശാലം. മഹാഭാവം ഉണ്ടാവും. ഞാൻ മടങ്ങിയവനാ. എന്തിനാ മടങ്ങിയത്? അമ്മേ, അച്ഛൻ എപ്പോഴാ വന്നത്? രാവിലെ 11 മണിക്ക് വന്നതാ മോളെ. അകത്ത് കയറി ഇരിക്കാൻ പറ്റില്ലെന്ന് ആ സ്ത്രീ പറഞ്ഞു. അന്നേരം മുതൽ ഇവിടെ ഇരിപ്പാ. അച്ഛൻ ആരാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു മോളെ. ആരുടെ തന്തയാണെങ്കിലും വെളിയിലിരുന്നാ മതിയെന്ന് ജനലിൽ കൂടെ പറഞ്ഞതല്ലാതെ കഥവ് തുറന്നില്ല. ആ, കണക്കായിപ്പോയി. ഗോമതിയമ്മേ, എന്താ ഗോമതിയമ്മേ അച്ഛനെ അകത്ത് കയറ്റത്? അങ്ങനെയൊന്നും കേട്ടത്തില്ല കുഞ്ഞെ. അച്ഛനാണെന്ന് പറയാൻ നേരം തുടങ്ങുന്നു. എനിക്ക് എങ്ങനെ അറിയാനാ?
ഇത് സിനിമാക്കാരുടെ വീട്ടിലൊരു പതിവാ. സിനിമയിൽ ഒന്നൊന്ന് പച്ച പിടിച്ചു തുടങ്ങിയ അച്ഛനാണ് അമ്മാനാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ നാട്ടിൽ നിന്ന് വരാൻ തുടങ്ങും. അതോർത്താവും ഞാൻ പറഞ്ഞത്. ഇരിക്കു അച്ഛാ. സെൽവി, നീ പോയി നാളേക്ക് വാ. അരിമാ. അതാരാ വിശാലം? ആയ. ആയോ? എന്തോന്നായോ? ആയമല്ല, ആയ. എന്നുവെച്ചാ ആയ. നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നാട്ടിലെ ഭിത്തിയിൽ മുഴുവൻ മോളുടെ പടങ്ങളാ. മോൾ അഭിനയിച്ച പടങ്ങൾ വരുമ്പോ ഒരു സന്തോഷമൊക്കെ തോന്നും. മോൾക്ക് ഇപ്പൊ വലിയ പേരാ. വെറുതെ അല്ല, കുറെ പാടുപെട്ടിട്ടാ. അന്ന് ഞങ്ങളെ വിളിച്ചോണ്ട് തിരിച്ചു പോകാൻ വലിയ വാശിയായിരുന്നല്ലോ. പോന്നിരുന്നെങ്കിലേ ഇന്ന് എങ്ങനെയിരുന്നേനെ? ഇനി നിന്നെ ഞാൻ പുറകോട്ട് പിടിക്കുകയല്ല വിശാലം. നീ കുതിരയാ, പടക്കുതിര. നിന്റെ വാലയെ പിടിച്ചോണ്ട് ഞാൻ ഇവിടെ എങ്ങാനും കഴിഞ്ഞോളാം. വല്ല പുല്ലോ വെള്ളമോ ഒക്കെ തന്നാ മതി. ഇപ്പൊ ബുദ്ധിയുണ്ടായി. ஹலோ. சௌக்கியம் தானே? வீட்டுல இருக்க? பார்ட்டி வந்திருக்கு. அவங்க ஒரு தரம் பார்க்கணுமா? குறைஞ்சது 5 ரூபாயாவது வாங்கலாம். பெரிய பார்ட்டி. ஒரு நிமிஷம். രാമയ്യനാ? വയ്യമ്മേ. രാമയ്യനോട് എന്ത് പറയണം മോളെ? പറഞ്ഞില്ലേ? அவளுக்கு நல்ல சுகம் இல்லைன்னா? சுகம் இல்ல. லேகாவுக்காக அவங்க கொச்சின்ல இருந்து பிளேன்ல வந்திருக்காங்க. 5-10 நான் கூட வாங்கி தரேன். அவங்க கோடீஸ்வரங்க. லேகாவை சினிமாவில் பார்த்துட்டு ஒரே பைத்தியமா இருக்காங்க. நான் ஏமாத்திட்டா என் பிசினஸே போயிடும். நீ போன் அவட்ட கொடு, நான் பேசுறேன். മോളെ, നിന്നോട് സംസാരിക്കണമെന്ന്. ஹலோ. லேகா, அம்மாட்ட சொல்லியிருக்கேன், இன்னைக்கு என்ன நீ காப்பாத்தணுமா. வாக்கு கொடுத்துட்டேன். இல்லைன்னா என் மானம் போயிடும். ப்ளீஸ். சரி, காரை அയച്ചേക്കൂ. ആ സ്വർണ്ണക്കടക്കാരൻ ഫോൺ ചെയ്തിരുന്നു. മാലയും വളയൊക്കെ പണിത് വെച്ചിരിക്കുന്നു. അത് ഇത് നന്നായിട്ടുണ്ടല്ലേ മോളെ? നോക്കൂ. അതെടുത്ത്. ഇത് തന്നെയാ നമ്പർ 35 ഗീതാലയം. കഴിഞ്ഞ മാസത്തെ ടക്ടക്ക് ഇതിന്റെ ഫോട്ടോയും അഡ്രസ്സും എല്ലാം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണോടാ മോനെ? അമ്മ ഇറങ്ങിക്കോ. ഇത് അമ്മയുടെ. ആരാ ഇത്? വിശാലാക്ഷി, ഇത് ആരാ വന്നിരിക്കുന്നത്? നോക്കിയേ, എല്ലാരും ഉണ്ടല്ലോ. മോളെ വിശാലം, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? 18 വർഷമായി. എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ പടിയടച്ച് പിണ്ടം വെച്ചതല്ലേ. അത് കഴിഞ്ഞ് ഇപ്പോഴാ കാണുന്നേ. എന്റെ മക്കളെ, നിങ്ങൾ അതൊക്കെ അങ്ങ് ക്ഷമിച്ചുകളാ. എനിക്ക് വയസ്സായില്ലേ? നാണുക്കുട്ടാ, ഇതല്ലോടാ ലേഖ. എന്റെ മോടെ അമ്മൂമ്മയാ ഞാൻ. മോളെ അമ്മൂമ്മ പടത്തിലേ കണ്ടിട്ടുള്ളൂ. പടത്തിൽ കാണുന്ന പോലെ തന്നുണ്ട് എന്റെ മോള്. മോക്ക് അമ്മൂമ്മ ചക്കി ഏത്തക്കായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ഇവിടെ കിട്ടുമല്ലോ. അതൊക്കെ ഇവിടെ കിട്ടും. കിട്ടും. പിന്നെ മദ്രാസ് കിട്ടാത്ത എന്തുണ്ട്? ഇതൊക്കെ ആരാ വിശാല ചേച്ചി? എന്റെ അമ്മയും ആങ്ങളെയും അവന്റെ ഭാര്യയും. ഇവരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ വന്നായിരിക്കും. പിന്നല്ലാതെ ഇവരെ അന്യ രാജ്യത്താക്കിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ താമസിക്കാൻ പറ്റുമോ? എങ്കിൽ വീട്ടുവേലക്ക് ഒരാളെ കൂടെ വെക്കണം. എല്ലാവർക്കും കൂടി വെച്ച് വേണമ്പോ എന്നെ കിട്ടാവില്ല. അപ്പൊ വേലക്കാരിയല്ലയോ? ഞാൻ വിചാരിച്ചു എന്താണോ കുട്ടാ അവരെ വിളിക്കുന്നേ, ഈ സിനിമ പടം എടുക്കുന്നവരെ? പ്രൊഡ്യൂസർ. അതാന്നാ ഞാൻ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അളിയ വന്ന കാലത്തിന് ഇരിക്കാൻ. അളിയനിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ലേ? ഞാൻ ആ ജോലി അങ്ങ് ഉപേക്ഷിച്ചളിയ. ഇനി
ശാന്തമ എനിക്ക് ഇവിടെ എവിടെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരണം. വല്ല വലിയ സ്റ്റുഡിയോയിലോ മറ്റോ. അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ എന്ത് ജോലി വാങ്ങിച്ചു തരാൻ അമ്മവ? അപ്പോഴേ ഞാൻ പറഞ്ഞതാ ജോലി കളഞ്ഞു വെച്ച് പോരണ്ടെന്ന്. ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊരു സഹായം നിന്നോളാം. അല്ലേ വിശാലം ചേച്ചി? ശരിയാ, സഹായിയുമായി അങ്കിളുമായി അതേതായാലും ഒത്തുവാ. ഗുഡ് മോർണിംഗ്. ഹലോ പുഷ്പ, ഗുഡ് മോർണിംഗ്. ഷീസ് ലേഖ. ആരോ? ഡയറക്ടർ സുരേഷ് ബാബു. കണ്ടിട്ടുണ്ട്. അപ്പോ എന്റെ ജോലി കഴിഞ്ഞു കേട്ടോ, ഞാൻ പോണു. ആ ചെയർ വിളിച്ചിട്ട് ഇങ്ങോട്ട് ഇരിക്കും. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ഇരിക്കൂ കുട്ടി. Well, thank you. How's your father? He's much better. അച്ചടിച്ചു വരുന്ന തന്റെ പടങ്ങൾ കാണാറുണ്ട്, Attack from malaria. അഭിനയിച്ച പടങ്ങൾ കണ്ടിട്ടില്ല. Oh, he വിഷമം തോന്നരുത്, ഞാൻ അധികം മലയാള ചിത്രങ്ങൾ കാണാറില്ല. കാണാൻ കൊള്ളാത്തതുകൊണ്ട് തന്നെ. എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നതും മലയാള സിനിമകൾ തന്നെ, പക്ഷേ ഒരു വ്യത്യസ്ത സിനിമയുടെ ആളാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അലിവിൽ കുടിക്കാൻ എന്തെങ്കിലും വരുത്തട്ടെ? വേണ്ട സാർ. ഓൾറൈറ്റ്. ഞാനൊരു പുതിയ പടം തുടങ്ങുന്നു. ഒരു പെണ്ണ് വേണം. പലരും വന്നു, പോരാ. അപ്പോഴാണ് ലേഖയുടെ കാര്യം ഓർമ്മ വന്നു. പുഷ്പയുടെ കൂട്ടുകാരി കൂടിയാണെന്ന് അറിഞ്ഞപ്പോ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. മതി, താനെ എനിക്കിഷ്ടമായി. എന്റെ മനസ്സിലുണ്ടായിരുന്ന മുഖം ഇതാണ്. എന്റെ ലേഖ എങ്ങനെയുണ്ട് സാർ? ഭാഗ്യവതി. അഭിനന്ദനങ്ങൾ. മദ്രാസിലെപ്പോ വന്നു? 2 വർഷം കഴിഞ്ഞു. ഗുഡ്. അപ്പോൾ എന്റെ കഥാപാത്രത്തിന്റെ ഉള്ളു മനസ്സിലാക്കാൻ ലേഖയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ദുഃഖമെന്തെന്ന് പറഞ്ഞു തരേണ്ടതില്ല എന്നർത്ഥം. സിനിമയ്ക്ക് വേണ്ടി മദ്രാസിലെത്തുന്ന പെൺകുട്ടികളുടെ ആദ്യകാലങ്ങളൊക്കെ എനിക്കറിയാം. ലേഖ ഒരു എക്സെപ്ഷൻ ആവാനിടയില്ല. നാളെ എന്റെ പ്രൊഡക്ഷൻ മാനേജർ നിങ്ങളുടെ വീട്ടിൽ വരും. ബിസിനസ് കാര്യങ്ങളൊക്കെ അയാളോട് സംസാരിച്ചാൽ മതി. ഓക്കെ?